വേഗം വാ, അവന്റെ പുറകെ പോകാം. ഹായ്. ഹണി നിക്ക്. എന്റെ മോനെ, നീ ഇത്രയും സ്പീഡിൽ ഓടി എങ്ങോട്ടാ നിന്റെ പോക്ക്? മറ്റുള്ളവരുടെ കൊച്ചിന്റെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല എനിക്ക്. 2 പച്ചക്കറി കിറ്റ് ഞാൻ കയ്യിൽ പിടിച്ചത് കണ്ടില്ലേ? ഒരെണ്ണം പിടിച്ച് എന്നെ ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? തീർച്ചയായും സഹായിക്കാം ഖന്ന സാറേ. അതൊന്ന് ട്രൈ ചെയ്യാം. അയ്യോ, ഇവനെന്തോന്നായി ചെയ്യുന്നേ? ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ വിളിച്ചത്. ഇവനെന്താ സർക്കസ് കളിക്കുകയാണോ? ഇതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്റർ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ആഹാ, ഇതിപ്പോൾ ബേസ്ബോൾ ബാറ്റായല്ലോ. എന്റെ പിള്ളേരെ, സർക്കാർ ജോലിക്കാർക്ക് കൈ നിറയെ കാശാണ്. എന്റെ പച്ചക്കറി മുഴുവൻ പോയി. അല്ല, ഈ ഹണിക്കിന്ന് പറ്റിയത് എന്താണ്? അടികൈ. നിൽക്കവിടെ, നിങ്ങൾക്ക് ഇതിന് ശിക്ഷയുണ്ടാവും. പാണ്ഡസാറിനെ കൊണ്ട് ഒറ്റ കള്ളന്മാരെ പിടിക്കാൻ പറ്റില്ല. നമുക്ക് പാണ്ഡസാറിനെ സഹായിക്കണം. സത്യത്തിൽ എനിക്കിപ്പോ കുതിരസവാരി ചെയ്യാനാണ് തോന്നുന്നത്. ആ വേഗം ഓട്. പോകട്ടെ, അങ്ങനെ പോകട്ടെ. പോട്ടെ പോട്ടെ. അങ്ങനെ നിന്നെ ഒന്നും വെറുതെ വിടില്ലടാ. സ്റ്റോപ്പ്. അമ്പയർ വിസിലടിച്ച് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അവരെ പിന്നെ പിടിക്കാം നമുക്ക്. മണ്ടത്തരം പറയാതടാ. വേഗം അവരെ പിടിക്കാൻ എന്നെ സഹായിക്ക്. ട്രാഫിക്കിന് മാത്രമല്ല റൂൾസ് ഒക്കെ ഉള്ളത്, സ്പോർട്സിലും ചില റൂൾസ് ഒക്കെ ഉണ്ട്, അറിയാമോ? അങ്ങോട്ട് നോക്ക്, അവന്മാർ അവിടെയുണ്ട്. എടെ പോപ്പട്ടെ, നീ കാറ്റത്ത് ഓടി ഓടി പൊടിയൊക്കെ പിടിച്ചാകെ കറുത്തുപോയല്ലോ. അത് കാക്കേടാ മണ്ട, ഞാനിതാ പുറകെ ഉണ്ട്. വായി തുറക്ക് കറുത്ത. വേണ്ട. കറുത്ത, നീ എന്റെ ഉപ്പാണ് കഴിച്ചിരിക്കുന്നത്. ആ മെഷീനിൽ നിന്ന് താഴെ ഇറങ്ങ്. നീ എന്റെ ഉപ്പാണ് കഴിച്ചിരിക്കുന്നത്. ഈ കൗബോയി ഇടിച്ച് പഞ്ഞിക്കിട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ തുണി നനപ്പിക്കുമല്ലേ നീ? ഇന്നാ ചപ്പാത്തി ഉണ്ടാക്കണല്ലേ? ഇന്നാ പിടിച്ചോ. വീട് നോക്കണല്ലേ? എന്നാ പിടിച്ചോ. കൂടാതെ മാച്ച് രോമാഞ്ചഭരിതമായിരിക്കുകയാണ്. ഗോളത ബൗണ്ടറിയിടത്തേക്ക് ചെല്ലുന്നു. ഇത് ചിലപ്പോൾ ക്യാച്ച് ആവാം, പക്ഷേ അല്ല. ഗോളത ബൗണ്ടറിയുടെ തൊട്ടടുത്താണ്. നീ ആ ബുക്ക് ഇങ്ങോട്ടൊന്ന് പാസ് ചെയ്തേ. ഇന്ന പിടിച്ചോ. സത്യത്തിൽ ഞാൻ ബുക്ക് വായിക്കാൻ പോവായിരുന്നു. പരുന്തിനേക്കാൾ ഉയരത്തിൽ എങ്ങനെ പറക്കാം? ഇനി ബുക്ക് ഞാൻ മാറ്റി വായിക്കേണ്ടി വരും. ഒരു കഴുതയെ എങ്ങനെ നന്നാക്കാം? ഹണി, നീ TV കാണുന്നത് വിട്ടിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ഇതെന്താ ഒരു ബഹളം? അയ്യോ സോർദാറെ, എന്ത് പറ്റി നിനക്ക്? സ്പോർട്സ് എനിക്ക് ജീവനാണ്. എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ പോലും ക്രിക്കറ്റ് പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അല്ല, A നെഗറ്റീവ് എന്ന് കാണിക്കും. ഞാൻ പൂച്ചയല്ലേ, ഈച്ചയല്ലല്ലോ. ശരി, ഞാൻ ഇനി കുറച്ചു നേരം ഇരുന്ന് സ്പോർട്സ് കാണട്ടെ. അടിപൊളി, അടിപൊളി. ഇനി ഞാനൊരു സ്പോർട്സ്മാൻ ആകും. എല്ലാ സ്പോർട്സും ഞാൻ കളിക്കും. പക്ഷെ കളിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണമല്ലോ അല്ലേ?
ഇവന്റെ തീറ്റ കണ്ടിട്ട് തോന്നുന്നതേ ഇവൻ ആ വേൾഡ് കപ്പ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാ ചിലപ്പോ ആ കപ്പിൽ പഴകഞ്ഞി ഒഴിച്ച് കഴിക്കുവൻ. സർദാരെ ആ സ്കൂട്ടറിന്റെ താക്കോലും തന്നേ. അതെന്തിനാ? എനിക്ക് കിക്ക് അടിക്കാനുള്ള പ്രാക്ടീസിന് വേണ്ടിയാണ്. അടിപൊളി, ഇതേ ഫുട്ബോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിർത്ത്. ഇനി എന്തായാലും ഞാൻ പുറത്തുപോയി കളിച്ചോളാം. അവനെ ഉടനെ പിടിക്കണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ച് ഇവൻ നാട്ടുകാരുടെ പണി തീർക്കും. വേഗം വാ. വേഗം വാ. അതിനുശേഷം ആ പിക്കിനിക്ക് ഇങ്ങനെ അടിച്ച് പൊളിക്കുന്നത്. കിറ്റിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷെ അവൾ എങ്ങനെ വരാനാ? അവൾക്ക് ഷൂട്ടിംഗ് ഇല്ലേ? Thank you. Thank you. ഓ അല്ല ഇതെന്താ? Oh, thank you. Oh, thank you. Oh, thank you. നോ മെൻഷൻ. Oh, 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 oh. Oh, oh, oh. Thank you. Thank you. നന്ദു, നിനക്ക് ഞങ്ങളുടെ ആഹാരം എടുത്തോണ്ട് എങ്ങോട്ടായി പോകുന്നത്? നിങ്ങളെ പോലെ ജോലി ഇല്ലാതിരിക്കില്ല ഞാൻ. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്റെ മുതലാളി പറയുന്നത് ഞാൻ കേൾക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ഉപ്പാണ് ഞാൻ കഴിക്കുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരുടെ ഉപ്പ് നമ്മൾ കഴിക്കുന്നുവോ അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥതയായി ജോലി ചെയ്യണം. അല്ല ആരാ ഇവൻ? മോനെ കുട്ടാ, വാ വാ തുറക്ക്. കാവ് കാവൂന്ന് കാറുമ്പോൾ കിട്ടുന്ന ഒരു രസം, അതുകൊണ്ടാണ് എന്റെ പേര് കൗബോയ്. നിനക്ക് ഓർമ്മ വേണം കുട്ടാ, നീ കൗബോയുടെ ഉപ്പാണ് കഴിക്കുന്നത്. ആരുടെ ഉപ്പാണോ നീ കാവു കാവു കഴിക്കുന്നത് അവർക്കായി നീ ആത്മാർത്ഥമായി ജോലിയും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. യെസ് ബോസ്, വരൂ, ആഹാരം കഴിക്കൂ. ഒരു കാര്യം ചെയ്യ്, നീ തന്നെ എനിക്ക് എടുത്തതാ ചക്കര കുട്ടാ. ഓക്കെ ബോസ്. മുതലാളിക്ക് കൊടുക്കണം കാശ്മീരി ആപ്പിൾ. കഴിക്കാൻ സുഖമുള്ളത് പൂവമ്പഴം സിംഗിൾ. ഇതാണ് പൂവമ്പഴം, നല്ലൊരു വാഴപ്പഴം. വെരി ഗുഡ്. ശരി, ഇനി പൊക്കോളൂ. പോയി വെള്ളം പിടിച്ചു വെക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വരൂ. ഓക്കെ ബോസ്. ഓ ഓ അയ്യോ, ആ വൃത്തിയുടെ ചൊറിച്ചിൽ പിന്നെയും തുടങ്ങി. ആ അയ്യോ. പണ്ടാരോ പറഞ്ഞു പഴഞ്ചൊല്ലിൽ പതിരില്ല. ഒരു കാലിൽ ചെരുപ്പുണ്ട്, മറ്റേത് കാണാനില്ല. അടി ചെരുപ്പേ കൈ. ആ കൗബോയ് കർത്തെ കൊണ്ട് എന്തൊക്കെ ജോലിയാ ചെയ്യിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വാ. കർത്താ. യെസ് ബോസ്, ദാ വരുന്നു. കർത്താ. യെസ് ബോസ്. എന്തിനാ നീ ഇത്ര വലിയ ഒച്ച വച്ചത്? കാവ്, എന്റെ തലവേദനിക്കുന്നു. പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്, പോ. കാവ്. ഇപ്പൊ കൊണ്ടുവരാം ബോസ്. കർത്താ, നീ അത് വേഗം വൃത്തിയാക്ക. ഇപ്പൊ വൃത്തിയാക്കാം ബോസ്. ഉപ്പ് കഴിച്ചുകൊണ്ടേയിരിക്കൂ. കാരണം ഓർമ്മ വേണം, നീ ആരുടെ ഉപ്പാണോ കഴിക്കുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യണം. കർത്താ, നീ പോയി എന്റെ ഡ്രസ് അലക്കിയിട്ട് വേഗം വരൂ. അലക്കി ബോസ്. എനിക്ക് വേണ്ടി എന്തെങ്കിലും നേരം പോക്കുണ്ടാക്കൂ. എന്നെ വേഗം ചിരിപ്പിക്കൂ. കാവ് കാവ്. നിനക്ക് മനസ്സിലായോ കർത്താ? കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കാവ് കാവ്. ഇവിടെ കാവ് കാവ് കാവ്. കാക്കേ കാക്കേ കൂടെ വിടെ, കാവ് കാവ് കാവ്.
അടിപൊളി ബോസ്, എത്ര മനോഹരമായാണ് പാടിയത്. മുകളിൽ കിടന്ന വിളക്ക് പോലും തങ്ങളുടെ കാൽക്കൽ വീണു. എടാ എന്നെ വേഗം എടുത്ത് പഴയതുപോലെ മുകളിൽ കൊണ്ടാക്കിയിട്ട് വാ. വേഗം വന്നെടുക്ക. കോണിപ്പടിയെ എനിക്ക് ഭയങ്കര പേടിയാണ്. ചിലപ്പോൾ ഞാൻ വീണു പോകും. കാവു. സമയമായിരിക്കുന്നു കർത്ത. ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. കാവു കാവു. ആ കറുത്ത മിക്കവാറും ഇവിടെ കാണും. കഷ്ടം തന്നെ, കറണ്ട് പോലും കറുത്തേ വെച്ച് അവൻ ഉണ്ടാക്കുന്നേ. ഇതായിരിക്കുന്നു ഉപ്പ്. ആരാത്? കാവു, എന്റെ ഉപ്പെടുക്കാൻ മാത്രം നിനക്ക് എവിടെ നിന്നാടാ ഇത്ര ധൈര്യം കിട്ടിയത്? ആരാടാ നീ? കാവു കാവു. ഞങ്ങളൊക്കെ കറുത്തേരെ കൂട്ടുകാരാ, അവനെ കൊണ്ടുപോകാൻ വന്നതാ. അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റോ? നേരത്തെ തന്നെ എന്റെ എല്ലാ വേലക്കാരും എന്നെ വിട്ട് ഇവിടുന്ന് പോയതാണ്. അതുകൊണ്ട് ഉപ്പ് കൊടുത്തു കൊടുത്ത് ഞാൻ കറുത്തയെ എന്റെ വരുതിയിലാക്കിയതാണ്. കാവു, മനസ്സിലായോ? അതോ ഇനിയും മനസ്സിലാക്കണോ? ഇങ്ങനെയുള്ള തരികിട പരിപാടി കാണിച്ച ആരാടോ തന്റെ കൂടെ വേലക്കാരനായിട്ട് നിൽക്കുക? അയ്യോ ദേ പോയി. ഞാൻ പിടിക്കാം. അയ്യോ. ഞാൻ നഗരത്തിലേക്ക് പോകുന്നു കളർഫുൾ ആക്കാൻ. നോക്ക്, കള്ളറടിക്കുന്ന ഒരു തെറ്റായ കാര്യമല്ല. പക്ഷെ കള്ളറടിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതോ, ആൾക്കാരുടെ വീട് കള്ളറടിച്ച് നശിപ്പിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കണ്ടെത്തി അവനെ തടയണം. ഒന്ന് വേഗം വാ. താങ്ക്സ് ഉണ്ട് തോത്താറാം. എടാ നിക്ക്. എന്നാൽ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അയ്യോ ദേ വണ്ടി. എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. ബണ്ണി സൂക്ഷിച്ച്. ഇനി ക്ഷമിക്കാൻ വയ്യ. ഇവന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ബൈ ബൈ. അല്ല, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ ബണ്ണി കളറ് വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചു. അയ്യോ ദേ കുഴി. എന്റെ വീടിന്റെ അടുത്തുള്ള തലപോയ തെങ്ങിന് ഇന്നലെ മിന്നലേറ്റു. ചൊറിയ നിലയുടെ മേലല്ലേ വീണത്, അപ്പൊ പിന്നെ ചൊറിഞ്ഞല്ലേ പറ്റൂ. അടിക്കടാ മക്കളെ കൈ. ആ ഓ എടാ നന്ദു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്. ഐ എം സോറി. അവനെന്താ എന്നെ സഹായിക്കാതെ പോയത്? കുഴപ്പമില്ല, ചിലപ്പോ തലയ്ക്ക് വല്ല അടി കിട്ടി അവന്റെ ഓർമ്മശക്തിയൊക്കെ പോയി കാണും. അതുപോലെ ഒരടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ പഴയതുപോലെ തന്നെ ആയിക്കോളും. ഇവിടെ 4-5 വർഷം പഠിച്ചിട്ടാ ഒരുത്തൻ ഡോക്ടർ ആവുന്നത്. അപ്പോഴവൻ തലക്കടി ചികിത്സ നടത്താൻ പോകുന്നു.
വെൽ ഹബീബി, എന്റെ കയ്യിൽ ഫോറിൻ സാധനങ്ങൾ ഒരുപാടുണ്ട്. നല്ല അടിപൊളി ഫോണുകളുമുണ്ട്. നീ എന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചാൽ നിനക്ക് ഞാൻ 60 ഇഞ്ചിന്റെ TV ഫ്രീ ആയിട്ട് തരാം. നടന്നുകൊണ്ടിരിക്കുന്ന കളിക്കടയിൽ സ്പോർട്സ്മാൻ കൈക്കൂലി കൊടുക്കുന്നോ? ഇയാൾക്ക് ഞാൻ റെഡ് കാർഡ് കൊടുക്കുകയാണ്. എടാ അറിയാതെ അവന് ATM കാർഡ് കൊടുത്തിരിക്കുകയാണ്. എങ്കിലും ഇതിന് പേടിക്കേണ്ടത് ഞാനല്ല, നീയാണ്. കാരണം ATM കാർഡ് നിന്റെയാണ്. എല്ലാ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. ഇറ്റ്സ് ടൈം ഫോർ ബോക്സിംഗ്. കണ്ടില്ലേ രണ്ടും നേരം വെളുത്തിട്ട് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇവരെ എഴുന്നേൽപ്പിക്കാം. ഹണി വേഗം എഴുന്നേക്ക്, നമുക്ക് ജോഗിങ്ങിന് പോടോന്ന്. ഞാൻ സ്വപ്നത്തിലും റേസിംഗിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ വല്ലാതെ ക്ഷീണിച്ചു. നിങ്ങൾ തൽക്കാലം പോയിട്ട് വന്നേ. എടാ പോപ്പട്ടെ, നീ എഴുന്നേൽക്ക്. അയ്യോ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് തരൂ. പോപ്പട്ടെ, നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? ഇല്ല, നിന്നോട് തന്നെ ഞാൻ പറഞ്ഞത്. എന്നോട് നീ ക്ഷമിക്കണം. ജോഗിങ്ങിന് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. എനിക്കിന്ന് വളരെ തിരക്ക് പിടിച്ച ദിവസമായതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ട്. ഐഡിയ. ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ തീർച്ചയായിട്ടും എഴുന്നേൽക്കും. ഇനി എന്തായാലും എഴുന്നേറ്റല്ലേ പറ്റൂ. വരുമല്ലോ. എല്ലാവരും അവരവരുടെ കണ്ണുകൾ സാവധാനമടയ്ക്കൂ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കൂ. അതിനുശേഷം സ്വന്തം തലച്ചോറിനെ പതിയെ പതിയെ റിലാക്സ് ആക്കൂ. അത് കഴിഞ്ഞ് കണ്ണു തുറക്കൂ. ഈ ലോകം വർണ്ണാഭമായി തോന്നുന്നതാണ്. അയ്യോ, എല്ലാവരുടെയും കളർ ശരിക്കും മാറി. ഗുരുജി, താങ്കൾ സത്യത്തിലൊരു മഹാനാണ്. അയ്യോ, എന്റെ പേത്ത് നീ കളറ് പോണില്ലല്ലോ. ആഹാ, ഇത്ര പെട്ടെന്ന് ഇവിടെ ഹോളിഡേ ആയോ? കൊള്ളാലോ. ഇന്നതിന് ഹോളി അല്ലടാ, ഇവിടെ വേറെ എന്തോ പ്രശ്നമുണ്ട്. സീബ്രയുടെ വരകൾ നിങ്ങൾ കണ്ടില്ലേ? ലോകത്തെ കളറിൽ മുക്കിയത് കണ്ടില്ലേ? കുറുക്കനെ മഞ്ഞയും കുതിരയെ ചുവപ്പുമാക്കി മാറ്റും ഞാൻ. ഹായ് ഹായ്, എന്റെ സൂപ്പർ കാർ. അയ്യോ, എന്റെ കാറ്. അങ്ങനെ എന്റെ പെയിന്റിംഗ് പൂർത്തിയാവാറായി. അത് പിന്നെ പച്ച നിറത്തിലുള്ള ക്യാരറ്റ് വാങ്ങൂ, കാപ്പി നിറത്തിലുള്ള വെണ്ടയ്ക്ക വാങ്ങൂ. പച്ചക്കറി വേണ്ടവർ വേഗം വേഗം വന്നാട്ടെ. പച്ചയെ മഞ്ഞയാക്കും ഞാൻ, വെള്ളത്തെ കളർഫുൾ ആക്കി മാറ്റും ഞാൻ. കുറച്ച് സമയം തന്നാൽ ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ച് കാണിക്കാൻ ഞാൻ. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മഴവില്ലഴകിലാക്കി തരാൻ ഞാൻ. പറയൂ കൂട്ടുകാരെ, ഏത് കളറാണ് വേണ്ടത്? പച്ച, മഞ്ഞ, ചുവപ്പ് അല്ലെങ്കിൽ നീല? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. വീണ്ടും രക്ഷപ്പെട്ടോ. അയ്യോ, എനിക്ക് ഈ പച്ച കളർ തന്നെ മതിയേ. അയ്യോ വേണ്ട. അയ്യോ, ഇനി ഈ തേനീച്ചകളെ ചുവപ്പ് നിറമാക്കും. നീ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നേ? എനിക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പറയാനും ആരും ഉണ്ടായിരുന്നില്ല. കളറുകളായിരുന്നു എന്റെ ലോകം.
വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചു. പതിയെ ഞാൻ നഗരത്തെ കളറടിക്കാൻ തുടങ്ങി. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നേ. നിനക്ക് കളർ അടിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ വീട് പോയി കളർ അടിച്ചാ പോരെ. വാതിലിലും ജനലിലും കളർ അടിക്കേ, അപ്പൊ 10 കാശും കയ്യിൽ കിട്ടുമെന്നേ. കിട്ടുന്നിടത്തെല്ലാം ഞാൻ കളർ മഴ പോലെ പൊഴിക്കും. കൂട്ടുകാരെ, എനിക്ക് വെറും വീട് മാത്രമല്ല, നഗരത്തിൽ മുഴുവനും കളർ അടിക്കണം. ഇനി എല്ലാ നാടുകളിലും എന്നും ഹോളി ആയിരിക്കും. അത് നാട്ടിലെ ആളുകൾക്കെല്ലാം അടിപൊളിയായിരിക്കും.